പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഭരണകർത്താക്കളുടെ രാത്രികാല മദ്യപാനമടക്കമുള്ള അഴിഞ്ഞാട്ട ദൃശ്യങ്ങൾ ഇടുക്കി ലൈവിന് ലഭിച്ചു. ഇതിനെതിരെ ബി.ജെ.പി. പെരുവന്താനം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിൽ സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഓഫീസിലെ രാത്രികാല ഉപയോഗവും മദ്യപാനം അടക്കമുള്ള അഴിഞ്ഞാട്ടവും നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇടുക്കി ലൈവിന് ലഭിച്ചത്. പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിനുള്ളിൽ ഇത്തരത്തിൽ നടക്കുന്ന ഭരണകർത്താക്കളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെയാണ് ബി.ജെ.പി. പെരുവന്താനം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മെമ്പർമാരും ജീവനക്കാരും രാത്രിയായാൽ ഓഫീസിനുള്ളിൽ മദ്യപാനവും അഴിഞ്ഞാട്ടവും നാണമില്ലേ മാനമില്ലേ നിങ്ങൾ കാണുന്നില്ലേ അധികാരികളെ കണ്ടു തുറക്കൂ അയ്യേ നാണക്കേട് എവിടെ പോയി പഞ്ചായത്ത് സെക്രട്ടറി എവിടെ പോയി? ബി.ജെ.പി. പെരുവന്താനം ബൂത്ത് കമ്മിറ്റി ഇൻചാർജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ യശോധരൻ അധ്യക്ഷനായിരുന്ന പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി കെ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യരായ നാട്ടുകാരെ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ നമ്മുടെ ഇവിടെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു യോഗം സംഘടിപ്പിക്കാനായിട്ട് ഉണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ കുറച്ച് നാളുകളായിട്ട് അഴിമതിയാണ്. അതായത് ഇവിടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ കുട്ടികളെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 11:30 ആയാലും ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് തന്നെയല്ല. ഇവിടെ പഴയ കാലത്ത് CPM-ൻ്റെ ഭരണകാലത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാരണം CPM-ൻ്റെ അവരുടെ ഒരു ഭരണം പോലെയാണ് ഇവരിവിടെ നടക്കുന്നത്. അത് അവരുടെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ പഞ്ചായത്ത്. അതുപോലെ അച്ചി വീട്ടിലെ സ്ത്രീധനം കിട്ടിയതാണ് അവരുടെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. അത് പൊതുജനങ്ങൾക്ക് യാതൊരു ഇവിടെ വരാനോ പോകുന്നതിനോ അവരുടെ ആവശ്യങ്ങൾ നടത്താനോ ഒന്നും ഈ പഞ്ചായത്തിൽ ഇവരനുവദിക്കില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെക്രട്ടറിമാർ ഇപ്പം തന്നെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് 4 സെക്രട്ടറിമാർ മാറി. കാരണം ഇവരെല്ലാം വെളിയിൽ നിന്ന് വരുന്നവരാണ്. അവർ അവധി എടുക്കും. അതൊക്കെ നമുക്കൊക്കെ ശരിയാണ്. ഇപ്പം അതായത് നമ്മളൊരു ഇവിടെ പഞ്ചായത്തിൻ്റെ ആവശ്യത്തിന് വന്നിട്ട് പ്രധാനപ്പെട്ട ആൾക്കാരെ വന്ന് ചോദിക്കുകയുള്ളൂ. അല്ലാത്തവർ വന്നു കഴിയുമ്പോൾ അവിടെ പ്രസിഡന്റ് ഓഫീസിലിരിക്കുന്നവർ പറയും സെക്രട്ടറി വന്നില്ല, അവർ തിരിച്ചു പോകും, അല്ലെങ്കിൽ കസേര കുറേ നേരം ഇരിക്കും. അതായത് ഒരു കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 4 ദിവസമാണ് ഇവിടെ നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ കാര്യം ഇവരാരുടെ ശമ്പളം മേടിച്ചിട്ടിരിക്കുന്നത്. കാരണം അവർ വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് DYFIയുടെയും പാർട്ടിക്കുള്ളിൽ കയറി വന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാണ് ഇരുന്നത്. അവർക്ക് തോന്നിയവാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ വരുന്ന ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കില്ല. 4-5 ഇന്നത്തെ ഈ പൈസ ഇല്ലാത്ത സമയം ആയതുകൊണ്ട് 4-5 പ്രാവശ്യം വന്നാലും ഒരു പേപ്പർ അവർക്ക് ഒപ്പിട്ടാലേ അതിൻ്റെ കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഇന്ന് വർക്കിംഗ് കമ്മിറ്റി വിളിച്ചിരിക്കുക. ഞാനും ആ വർക്കിംഗ് കമ്മിറ്റിക്കകത്തുള്ളതാണ്. പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല, അസിസ്റ്റന്റ് സെക്രട്ടറിയേ ഉള്ളൂ. പിന്നെ അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മൾ വിളിക്കുക. അവർ നേരത്തെയൊക്കെ ഫോൺ എടുക്കുക, ഫോൺ പോലും എടുക്കില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഈ അഴിഞ്ഞാട്ടം, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൊതു സ്ഥാപനമല്ലേ. അതിനകത്ത് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ AC ഇട്ട് ആ കറണ്ടും ചിലവാക്കി അതിനകത്ത് കയറി ഇരുന്നിട്ട് മദ്യം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ കൊല്ലാട്ടൻ ഷാജി ഉൾപ്പെടെ ഇരുന്ന് മദ്യപിക്കുക. അതായത് ടച്ചിങ്ങിൻ്റെ സാധനം വരെ ഇരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് ആഘോഷിച്ചിട്ട്, അതായത് ഒരു പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ മറ്റൊരു ഇതുപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ വെള്ളമടിക്കാനാണോ ഈ ഉദ്യോഗസ്ഥന്മാരും ഈ മെമ്പർമാരും? ജനങ്ങൾക്ക് മാതൃകയല്ലേ, കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരല്ലേ ഇവർ കുട്ടികൾക്ക് മാതൃകയാകേണ്ടത്. മയക്കുമരുന്നും മദ്യപാനവും, അതായത് പിന്നെ CPM-ൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയും നിത്യം അടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും
ആ പാരമ്പര്യമാണ് ഇവരും തുടങ്ങുന്നത് ഈ പഞ്ചായത്തിൽ. കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമാണ്. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിന് നടപടി എടുക്കുന്നത് വരെ ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് പേരെ പെട്ടെന്നുള്ള ഇതായിട്ട് കൂടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു നടപടി എടുക്കുന്നത് വരെ BJP ഇതിനകത്ത് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ പറയാനായിട്ട്. അതുപോലെ ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നല്ല കൃത്യമായിട്ട് ആ വില്ലേജ് ഓഫീസറും ഞങ്ങളൊക്കെ നിരവധി പ്രാവശ്യം അവിടെ കിട്ടുന്നത് ആ നല്ല രീതിയിൽ ആ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ ആ ഉദ്യോഗസ്ഥൻ വെളിയിൽ നിന്ന് വരുന്ന ആളാണ്. ആ ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് പിന്നെ അവിടെ ഇരിക്കുന്നു. അതുപോലെ അവിടുത്തെ പ്രവർത്തകരെല്ലാം ആ വില്ലേജ് ഓഫീസിലുണ്ടല്ലോ. ഇതൊരു മാതൃകയാക്കേണ്ടത്. കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണകാലത്തിന് മുമ്പത്തെ അതായത് CPM-ന്റെ BJP പെരുവന്താനം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR വിഷ്ണുരാജ്, യുവമോർച്ച ഏലപ്പാറ മണ്ഡലം ജനറൽ സെക്രട്ടറി സിജോ ചോളമറ്റം, സെക്രട്ടറി ജിതിൻ രാജ്, BJP ഭാരവാഹികളായ സുഭാഷ് പെരുവന്താനം, രാഹുൽ രാജപ്പൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.